ഈ പരിശുദ്ധമായ റജബ് മാസം 1 നമ്മൾ കടക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ, നാളെ നമ്മൾ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പരിശുദ്ധമായ റജബ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ബഹുമാനിച്ച മാസമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റജബ് എന്ന് പറഞ്ഞാൽ റജബുൻ ശഹറുല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ മാസത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതാ 3 മാസക്കാലം നമ്മൾ ദുആ ചെയ്യുമല്ലോ, 2 മാസക്കാലം നമ്മൾ ദുആ ചെയ്യുമല്ലോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. പടച്ചവനെ, പരിശുദ്ധമായ റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. റമളാനിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ് എന്ന് നമ്മൾ പല ആളുകളും പടച്ചവനെ ദുആ ചെയ്യുമല്ലോ. അതാ ദുആ ചെയ്യേണ്ട സമയം ഇങ്ങനെ കയ്യെത്തും ദൂരത്താണുള്ളത്. കുറഞ്ഞ സമയങ്ങൾ മാത്രമേ ഉള്ളൂ. അനുഗ്രഹീതമായ പരിശുദ്ധമായ മാസമതാ പടച്ചവനെ നമ്മളിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കോ. റജബിന്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കിക്കോ, എന്നിട്ട് ജീവിതത്തിൽ പകർത്തിക്കോ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഈ റജബിന്റെ മഹത്വത്തെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാസമാണ്. വശഅബാനു ശഹരി, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശഅബാൻ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മാസമാണ്. സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട മുത്തുനബിയുടെ മാസമാണ്. വറമളാനു ശഹ്റു ഉമ്മത്തി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റമളാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മത്തിന്റെ മാസമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മാസങ്ങളിലേക്ക് എൻ്റെ പ്രിയമുള്ളവരെ ഇനി നമ്മൾ ഓരോ നിമിഷങ്ങളും കടന്നു പോകുന്നത്. ഇതിലൊക്കെ ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ഓരോ പ്രതിഫലങ്ങൾ നമ്മൾ അറിഞ്ഞാൽ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടും വീണ്ടും റജബായിരുന്നെങ്കിൽ, ശഅബാൻ ആയിരുന്നെങ്കിൽ, റമളാൻ ആയിരുന്നെങ്കിൽ എന്ന് ഞാനും നിങ്ങളും ചിന്തിച്ചു പോകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇന്നത്തെ ദിവസമല്ല, നാളെ രാത്രിയായി കഴിഞ്ഞാൽ പരിശുദ്ധമായ പുണ്യവാന റമളാൻ, പരിശുദ്ധമായ റജബുണ്ടല്ലോ, അതാ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വന്നാൽ അതാ പടച്ചവനെ അല്ലാഹുവിലേക്ക് നമ്മൾ ദുആ ചെയ്യണമല്ലോ. ഇരു കരങ്ങളും അവിടുന്ന് അല്ലാഹുവിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മൾ ദുആ ചെയ്യണമല്ലോ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി والسلامة والإسلام والتوفيق لما تحب وترضى ربنا وربك الله. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിച്ചവനെ അവിടുന്ന് പുണ്യമാന റജബിനെ ഒരുപാട് ബഹുമാനിച്ചതാ. അതുകൊണ്ട് ഈ പുണ്യമാന മാസത്തിൽ നമ്മൾ അല്ലാഹുവിനോട് പറയണല്ലോ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം വത്തൗഫീഖ് ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുക അല്ലാഹ്. എന്തേ അത് പറയുന്നതെന്നറിയോ? ഈ ഭൂമി ലോകത്ത് ചന്ദ്രനെ പടച്ചവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ. അതാ എല്ലാം പടച്ചുണ്ടാക്കിയ പടച്ചുറബുണ്ടല്ലോ. ആ പടച്ചുറബിനോട് നമ്മൾ ചോദിക്കുന്നത്, അല്ലാഹുവേ, പുതിയ മാസം ഞങ്ങളിലേക്ക് കടന്നു വരികയാ. ഈ പുണ്യമാന മാസം ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ, നീ നിർഭയത്വം തരണേ അല്ലാ. ഈമാനിനെ ചോദിക്കുകയാ, രക്ഷയെ ചോദിക്കുകയാ, സമാധാനത്തെ ചോദിക്കുകയാ. അല്ലാ, ഈ മാസത്തിന്റെ മാറി മാറി വരവിനുള്ള അല്ലാഹുവേ ചന്ദ്രനുണ്ടല്ലോ, എല്ലാത്തിനെയും പടച്ചത് അല്ലാഹുവേ നീയാണ് റബ്ബേ എന്ന് പടച്ചവനോട് കയ്യുയർത്തിയിട്ട് ദുആ ചെയ്യ. അങ്ങനെ നമ്മൾ ദുആ ചെയ്താൽ
അല്ലാഹുവേ പടച്ചവനെ ദുനിയാവിൽ നമുക്ക് അല്ലാഹു തആല ഈ മാസം കൊണ്ട് നമുക്ക് സാക്ഷി പറയുമെന്ന് അതാ മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാ. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പടച്ചവനെ പരിശുദ്ധമായ റമളാൻ ഉണ്ടല്ലോ, പരിശുദ്ധമായ ശഅബാൻ ഉണ്ടല്ലോ, ഈ മാസത്തിലൊക്കെ നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. മാത്രമല്ല പരിശുദ്ധമായ പുണ്യമായ റമളാനിലേക്ക് അല്ലാഹുവേ നീ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ് എന്ന് ഓരോ നമസ്കാര ശേഷം എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ വീട്ടിനകത്തിരുന്നു കൊണ്ട് നമ്മൾ ദുആ ചെയ്യണല്ലോ, നമ്മൾ ദുആ ചെയ്യണല്ലോ. ഓരോ വാപ്പമാരും പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഉസ്താദ് മിഹ്റാബിലിരുന്നു കൊണ്ട് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാ മടി കാണിക്കരുത് ചെറുപ്പക്കാരാ, ആമീൻ പറയാ മടി കാണിക്കരുത് വാപ്പാ. നിന്റെ ജീവിതത്തിൽ ബറക്കത്തില്ലെങ്കിലോ അല്ലാഹുവിന്റെ റഹ്മത്തില്ലെങ്കിലോ എങ്ങനെയാടാ നിനക്ക് വിജയിക്കാൻ കഴിയുന്നത്? നിനക്ക് നന്മ നിന്റെ ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയുമോ? അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റഹ്മാനേ. ഈ പരിശുദ്ധമായ പടച്ചുറപ്പിന്റെ മാസമുണ്ടല്ലോ, ഈ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് ആരെങ്കിലും നോമ്പെടുത്താൽ നാളെ പടച്ചുറപ്പ് റജബ് എന്ന് പറയുന്ന പരിശുദ്ധമായ നദി അവനിക്കുള്ളതാ. പാലിനേക്കാൾ വെളുത്ത തേനിനേക്കാൾ മധുരമുള്ള മനോഹരമായ പടച്ചവനെ പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അള്ളാന്റെ പരിശുദ്ധമായ സ്വർഗലോകത്ത് നിനക്കൊരു നദി വരെയുണ്ടെന്ന് അള്ളാന്റെ പ്രവാചകം പഠിപ്പിക്കുന്നുണ്ട്. മോനെ റജബിന് നോമ്പെടുത്തവന് റജബ് എന്ന് പറയുന്ന കവാടം പോലും തുറക്കുകയാണടാ. എന്തിനെന്നറിയോ, എന്തിനെന്നറിയോ? ഈ പുണ്യവാന ദുനിയാവിൽ വെച്ചിട്ട് ഈ മഹത്വം കൊണ്ട് നിറഞ്ഞ ഈ പുണ്യമായ മാസത്തില് എല്ലാവരും കളിക്കുകയാണ്, ചിരിക്കുകയാണ്, ആടുകയാണ്, പാടുകയാണ്. പടച്ചവനെ എല്ലാവരും സന്തോഷത്തോടെ തുള്ളിച്ചാടുമ്പോ ആ സമയത്തും റമളാനിലല്ലോ സുന്നത്തായ നോമ്പെടുത്തുകൊണ്ട് പടച്ചുറപ്പിന് ഇബാദത്ത് ചെയ്ത് അല്ലാഹനെ മനസ്സിലാക്കിക്കൊണ്ട് ദുനിയാവിൽ ജീവിക്കുന്നവരായിട്ടോ എന്റെ പ്രിയമുള്ളവരെ പല ആളുകളും മാറുമ്പോ നിനക്കല്ലടാ പടച്ചവന് ഈ പ്രതിഫലം നൽകേണ്ടത്, നിനക്കല്ല മോനെ അല്ലാഹു തആല ഈ സമാധാനത്തിന്റെ വചനം തരേണ്ടത്. എല്ലാവരും സന്തോഷിച്ച് പല രൂപത്തിൽ ഭക്ഷണം കഴിച്ചാടുമ്പോ തൊണ്ട വരണ്ട്, ദാഹം സഹിച്ച്, ചൂട് സഹിച്ച്, ശരീരത്തിൽ പടച്ചവനെ അല്ലാതെ പ്രയാസപ്പെട്ട് വിശന്നൊട്ടിയ വയറുമായിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നോമ്പുകാരനായിട്ട് നിൽക്കുമ്പോ നീയാണടാ ഏറ്റവും വലിയ ഭാഗ്യവാന്, നീയാ ഏറ്റവും വലിയ ഭാഗ്യവാന്. അല്ലാഹു നിനക്കാ മഹത്വം തരുന്നത്. അതുകൊണ്ട് റജബിന്റെ മഹത്വങ്ങൾ കളയരുത്, റജബിന്റെ പവിത്രതയെ കളയരുത് മോനെ. എല്ലാ മാസവും നമ്മൾ ചെയ്യുന്നതിനേക്കാൾ, എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഇബാദത്ത് ഈ പുണ്യവാന മാസത്തിൽ നീ അധികരിപ്പിക്കണേ. നീ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കണേ, ഒരുപാട് ദിക്റുകൾ അധികരിപ്പിക്കണേ. ഒരുപാട് പടച്ചവനെ എല്ലാ ദിവസവും സുന്നത്ത് നിസ്കരിക്കാറുണ്ട്, സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. പടച്ചവനെ അല്ലാഹുവേ പടച്ചവനെ ഇശാഇന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാറില്ലെങ്കിൽ, അല്ലെങ്കിൽ സലാം വീട്ടിയാ പടച്ചവനെ ഉടനെ എണീറ്റ് പോകാറാണെങ്കിൽ മോനെ ഇരുന്നിട്ടൊരു 2 റക്അത്തെങ്കിലും നീ സുന്നത്ത് നിസ്കരിക്കണേ. അല്ലാഹുവിന്റെ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് നീ നമസ്കരിക്കണേ. അല്ലാഹുവിന്റെ ശിആറുകളാണ് ഇതെല്ലാം, പടച്ചറബ്ബിനെ ബഹുമാനിക്കേണ്ട മാർഗങ്ങളാണ് ഇതെല്ലാം. ഇത് നമ്മുടെ ജീവിതത്തിലില്ലെങ്കിലോ, നമ്മുടെ മനസ്സിലില്ലെങ്കിലോ, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ടില്ലെങ്കിലോ അല്ലാഹുവേ ഇരുലോകവും നഷ്ടത്തിലാ പൊന്നുമോനെ, നമ്മുടെ ഇരുലോകവും നഷ്ടത്തിലാണടാ. അതിന് നീ നിൽക്കല്ല, അതിന് നീ നിൽക്കല്ല.
അള്ളാഹുവിന്റെ വലിയ അദാബുകൾ നമ്മെ തേടി വരുന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അള്ളാഹുവേ, നമ്മൾ നിസ്കരിച്ചതും നോമ്പെടുത്തതും എല്ലാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും എന്റെ പ്രിയമുള്ളവരെ എടുത്തു നോക്കിയാൽ നന്മകൾ കുറവാ, നന്മകൾ കുറവാ. പിന്നെ എന്തേ ബാക്കിയുള്ളെന്നറിയോ? അള്ളാഹുവിനെ ഇതുപോലെ ബഹുമാനിച്ചത്, റബ്ബിനെ സ്നേഹിച്ചത്, അള്ളാഹിനെ ഇഷ്ടപ്പെട്ടത്, പടച്ചവനെ പാപങ്ങളെ സഹായിച്ചത്, റജബിനെയും ശഅബാനിനെയും ബഹുമാനിച്ചത്, ആദരിച്ച് നന്മകൾ ചെയ്യാൻ ഒരുങ്ങിയത്, ആ സമയത്ത് നല്ല മനസ്സ് കാണിച്ചത്, പാപങ്ങൾക്ക് മുമ്പിലൂടെ പടച്ചവനെ അഹങ്കാരം കുറച്ച് സമാധാനത്തിൽ നടന്നത്, ഇതൊക്കെയാണടാ നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്കുണ്ടാകുന്നത്. അല്ലാ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഒരു ദിവസം നീ 10 സ്വലാത്ത് ചൊല്ലുന്നവനാ, എന്നാൽ അതൊരു 50 ആക്കാൻ റജബിന് നീ ഒരുങ്ങണേ. ഒരു ദിവസം 100 ഇസ്തിഗ്ഫാർ ചെല്ലുന്നുണ്ടെങ്കിൽ മോനെ ഒരു 200 ഇസ്തിഗ്ഫാർ ചെല്ലാ റജബിന് നോക്കണേ. അങ്ങനെ നിന്റെ ഓരോ ഇബാദത്തുകളുണ്ടല്ലോ, അത് നീ അധികരിപ്പിച്ചാ അല്ലാഹുവിന്റെ മുമ്പിൽ നീ വിജയിച്ചടാ. സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ, സൂറത്തുൽ മുൽക്ക് ഈ പുണ്യമായ ദിവസത്തില് റജബിന്റെ ആദ്യ ദിനത്തിന് നീ ചൊല്ലാൻ വേണ്ടി ഒരുങ്ങിയാൽ ഈ മാസം നിനക്ക് അനുകൂലമാണ് മോനെ. അല്ലാഹ് നിനക്ക് അനുകൂലമാക്കി തരുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ സുന്നത്ത് നോമ്പുകൾ പിടിക്കുക. റജബിന്റെ പുണ്യമാന രാവിൽ ഈ ദിനങ്ങളിൽ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കുക. റജബിന്റെ 1ാമത്തെ ദിനമുണ്ടല്ലോ, ആ ദിനത്തിന് നോമ്പെടുത്താൽ അല്ലാഹു തആല കണക്കില്ലാത്ത പ്രതിഫലമാ മോനെ നിനക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നത്. നിന്റെ പാപങ്ങൾ പൊറുക്കാൻ, നീ കണ്ടതും കേട്ടതും ചെയ്തതുമായ പാപങ്ങൾ പൊറുക്കാൻ ഈ പുണ്യമാന ദിനത്തിന് നീ ചെയ്തിട്ടുള്ള ഓരോ നന്മകളുണ്ടല്ലോ, നീ എടുത്ത നോമ്പുകളുണ്ടല്ലോ, അതൊരു കാരണമാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, പടച്ചവനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലെ തന്നെ സ്വഹാബത്ത് ഒരിക്കലതാ ഒരു വഴിയിലൂടെ കടന്നു പോവുകയാ. തൊട്ടടുത്തൊരു ഖബർ കണ്ടു, ഒരു ഖബർ കണ്ടു. ആ ഖബറിന്റെ ചാരത്ത് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, സ്വഹാബാ, ഈ 2 ആളുകൾ വല്ലാതെ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് സ്വഹാബാ. ഖബറിനകത്ത് വല്ലാത്ത വേദനയിലാണ് സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, പടച്ചവനെ, സ്വഹാബത്ത് ചോദിക്കുകയാണ്, എന്തേ നബി അവരുടെ ശിക്ഷയൊന്ന് പറയുമോ? അവർക്ക് എന്തു പറ്റി? അവരുടെ ശിക്ഷ എന്താണെന്ന് പറയുമോ? അവർ എന്ത് തെറ്റ് ചെയ്തവരാ നബിയെ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, സ്വഹാബാ, അവർ ചെയ്തിരിക്കുന്ന തെറ്റെന്താണെന്നറിയോ? അവർ ഈബത്ത് പറയുന്നവരാ. മറ്റേയാള് മൂത്രമൊഴിച്ചിട്ട് വേണ്ട രൂപത്തിൽ കഴുകാതെ എണീറ്റ് പോരുന്നവനാണ്. മറ്റൊരാളെ കുറ്റപ്പെടുത്തി ഈബത്ത് പറഞ്ഞു നടക്കുന്നവന്, മറ്റവൻ പ്രച്ചവൻ നജസായിട്ട് വേണ്ട രൂപത്തിൽ ശുദ്ധിയാക്കാത്തവനാ. അതുകൊണ്ടാണ് ഇവർ വല്ലാതെ അവിടുന്ന് ശിക്ഷ അനുഭവിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. ഇത് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യാ സ്വഹാബാ, ഇവരെങ്ങാനും പരിശുദ്ധമായ പുണ്യമാന റജബുണ്ടല്ലോ, ആ റജബിൽ അല്ലാഹുവിനെ ബഹുമാനിച്ചു കൊണ്ട് ആദരവ് മുൻനിർത്തിക്കൊണ്ട് അവിടെ നിന്ന് നോമ്പെടുത്തിരുന്നെങ്കിലോ സ്വഹാബത്തെ ഇവരുടെ ഈ പാപങ്ങൾ പൊറുക്കാൻ ആ നോമ്പ് അവിടെ വന്നിട്ട് സാക്ഷി നിൽക്കുമായിരുന്നെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് മടി കാണിക്കരുത്, മടി കാണിക്കരുത്. അല്ലാഹുവേ, വിഷമങ്ങളും സമയത്തിന്റെ സന്ദർഭങ്ങളും ഒക്കെ ഒരുപാട് നമുക്ക് പ്രതികൂലമാണെങ്കിലോ അല്ലാഹുവേ, അവിടെ അല്ലാഹുവിന്റെ നോമ്പുണ്ടല്ലോ, പുണ്യമായ ദിവസത്തിൽ ഈ മാസത്തിലെ നോമ്പുണ്ടല്ലോ, ഈ മാസത്തിലെ നോമ്പിന് ആരും തന്നെ അവിടെ നിന്ന് മടി കാണിക്കരുത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. പെണ്ണെ, ഒരു ദിവസം കണ്ടുകൂട്ടിയ തെറ്റുകൾ എത്രയാ, ചെറുപ്പക്കാരാ, ഒരു ദിവസം കണ്ടുകൂട്ടിയ പറഞ്ഞു കൂട്ടിയ തെറ്റുകൾ എത്രയാ. പടച്ചവനെ, ഇന്നുള്ള ചെറുപ്പക്കാരുടെ അവസ്ഥയൊന്ന് നോക്ക്. പരസ്പരം സംസാരിക്കുമ്പോ പോലും തെറി പറഞ്ഞിട്ടാണടാ തുടങ്ങുന്നത്. പരസ്പരം അവിടുന്ന് തോളിൽ കൈയിട്ട് നടക്കുന്നവനായിരിക്കാം. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, പല ആളുകളും പറയുമല്ലോ, മോനെ തെറി പറയല്ലടാ, തെറി പറഞ്ഞിട്ട് ഒരാളെയും നീ സംസാരിക്കരുത്, ഒരാളോടും നീ വാക്ക് പറയരുതെന്ന് പറയുമ്പോ, പല ജീവികളുടെ പേര് വിളിച്ചിട്ട് സംസാരിക്കുമ്പോ പടച്ചവനെ അവിടെ നിന്ന് പറയാറുണ്ട്, അവനെന്റെ കൂട്ടുകാരനാ, അവന്റെ കൂടെ പിറപ്പ് പോലെയാ, ഞങ്ങൾ അങ്ങനെയാ, അതുകൊണ്ടാ വിളിക്കുന്നതെന്ന് പറയുന്ന ചില ചെറുപ്പക്കാരെ മക്കൾ നമ്മൾ കാണാറുണ്ടല്ലോ. മോനെ, പ്രവാചകന്റെ വാക്കാനടാ നമുക്ക് വലുത്. നീ മുസ്ലിം എന്ന പേര് വെച്ചിട്ട് നാമം വെച്ചിട്ട് നടക്കുന്നുണ്ടെങ്കിലോ, നിന്റെ വാപ്പ മുസ്ലിമാണെങ്കിലോ, നിന്റെ ഉമ്മ മുസ്ലിമാണെങ്കിലോ, ഈ പറയുന്ന കാര്യം നീ ഒന്ന് കേട്ടോ. നിനക്കൊരാളെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലോ, നിനക്കൊരാളോട് വല്ലാത്ത സ്നേഹമുണ്ടെങ്കിലോ, നീ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നീ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? അവനെ നീ നല്ല പേരിട്ട് വിളിക്കണേ. അവനിക്ക് ഇഷ്ടമുള്ള പേരുണ്ടല്ലോ, അതാണ് നീ വിളിക്കേണ്ടതെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ഇനി ഒരിക്കലും നീ അങ്ങനെ വിളിച്ചു പോകരുത്, അങ്ങനെ പറഞ്ഞു പോകരുത്. അങ്ങനെ പറഞ്ഞാ നിനക്കല്ലാന്റെ പരീക്ഷണം ഇറങ്ങുമെടാ, നിനക്കല്ലാന്റെ വിഷമങ്ങൾ വരുമല്ലോ. റസൂലുള്ളയാടാ പറയുന്നത്, റസൂലുള്ളയാ മോനെ പറയുന്നത്. എനിക്കും വേണ്ടി നിനക്കും വേണ്ടി ജീവിച്ച പ്രവാചകരോ, ആ പ്രവാചകന്റെ വാക്കുകൾ അംഗീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ലെങ്കിലോ, ആ പ്രവാചകന്റെ കാര്യങ്ങൾ അംഗീകരിക്കാൻ, പറയുന്നത് കേൾക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ലെങ്കിലോ, നമ്മളാണടാ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ മോശക്കാരൻ എന്ന് പറയുന്നത്. അല്ലാഹുവേ, ആ പ്രവാചകനെ മനസ്സിലാക്കി ജീവിക്കാൻ തൗഫീഖ് തരണേ അല്ലാ. അങ്ങനെ ഒരുപാട് തെറ്റുകൾ കണ്ടും കേട്ടുമാണടാ ഓരോ ദിവസവും എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും കടന്നു പോകുന്നത്. അള്ളാന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ വലിയ സ്ഥാനമാനം കിട്ടണം. റജബിനെ ബഹുമാനിക്കണം. റജബിനെ ബഹുമാനിച്ചാൽ സ്ഥാനമാനം കിട്ടും. ഓരോ ദിവസവും പടച്ചവനെ നമ്മളൊക്കെ ചെയ്യുന്നതും പറയുന്നതും കാണുന്നതും കണ്ടു കൂട്ടുന്നതും പറഞ്ഞു കൂട്ടുന്നതും ചെയ്ത് കൂട്ടുന്നതുമായ പടച്ചവനെ തെറ്റുകൾ എടുത്താൽ, അല്ലാഹുവേ പടച്ചവനെ, ഒരിക്കലും എൻ്റെ പ്രിയമുള്ളവരെ നമ്മളൊന്നും കണ്ണ് തുറന്നിട്ട് നമ്മളൊന്നും ജീവിക്കൂല. നമ്മളൊന്നും കണ്ണ് തുറന്ന് നടക്കില്ല, മനസ്സ് തുറന്ന് നടക്കില്ല. നമ്മൾക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് അതിന്റെ ശിക്ഷയും അതിന്റെ അദാബും നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിലൊന്നും, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊന്നും വേണ്ട രൂപത്തിൽ ഭക്ഷണമോ വെള്ളമോ കഴിക്കില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, പരലോകത്തെ കുറിച്ച്, നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അതിനെ കുറിച്ചെങ്ങാനും എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ അറിയുന്നത് പോലെ നിങ്ങൾ അറിഞ്ഞാൽ, ഞാൻ അറിയുന്നത് പോലെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, നേരവണ്ണം നിങ്ങൾ ചിരിക്കില്ല, നേരവണ്ണം ഭക്ഷണം കഴിക്കില്ല, നിങ്ങൾ വെള്ളം കുടിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്താം. അത്രയ്ക്കും ഭയാനകമാടാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പരലോകം. നമ്മൾ മരിച്ചു ചെന്നാൽ നമ്മുടെ ഖബർ, നമ്മുടെ സിറാത്ത്, നമ്മുടെ ഹിസാബ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ അത്രത്തോളം
അത്രത്തോളം വലിയ വിശാലമാണ്, അത്രത്തോളം വലിയ നമുക്ക് അദാബാണ്. നന്മയുള്ളവർക്ക് അത് എളുപ്പമാണ് എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് പരിശുദ്ധമായ റജബ് നമ്മുടെ കയ്യെത്തും ദൂരത്ത് വന്നിരിക്കാൻ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കുകയും അതിനെ പരിഗണിക്കുകയും ചെയ്യാൻ ആരും മറക്കരുത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ പരിശുദ്ധമായ റജബ് എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ മാസമാണ്. അള്ളാന്റെ മാസത്തെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാനെ ബഹുമാനിക്കുന്നത് പോലെയാണ്, മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ റജബ് മാസം കടന്നു വരുന്നത്. മനസ്സിലായോ? ഈ തിങ്കളാഴ്ചയാണ് പുണ്യമായ റജബ് മാസം കടന്നു വരുന്നത്. അതുകൊണ്ട് ഈ പുണ്യമായ റജബ് തിങ്കളാഴ്ച ദിവസം തുടങ്ങുമ്പോൾ അന്നത്തെ ദിവസത്തിൽ നമ്മൾ നോമ്പെടുക്കുക. ആ ദിവസത്തിൽ നമ്മൾ നോമ്പെടുത്താൽ 3 കൂലി നമുക്ക് കിട്ടും. ഒന്ന് തിങ്കളാഴ്ച നോമ്പെടുത്തതിന്റെ പ്രതിഫലം കിട്ടും. 2 റജബ് 1-ന്റെ നോമ്പെടുത്ത പ്രതിഫലം കിട്ടും. 3 നമ്മുടെ ജീവിതത്തിൽ ഖളാ ആയ ഏതെങ്കിലും വല്ല നോമ്പോ അല്ലെ റമളാനിൽ ഏതെങ്കിലും ഒരു കാലത്ത് നോമ്പ് എൻ്റെ പ്രിയമുള്ളവരെ ഖളാ ആയിട്ടുണ്ടാകും, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. അതും കൂടെ നിയ്യത്ത് വെച്ചോ. എന്നാൽ ഇതിന്റെ 3-ന്റെയും കൂലി അല്ലാഹു നമുക്ക് ഒറ്റ നോമ്പ് കൊണ്ട് നൽകുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ പുണ്യമായ ഈ റജബിന്റെ മഹത്വം ആരും മനസ്സിലാക്കാതെ പോകരുത്. റജബിന്റെ ദിനങ്ങൾ കടന്നു വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും അതിലെ മഹത്വങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും 3 സ്വലാത്ത് ചൊല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.